നമസ്കാരം, ഞാൻ ഡോക്ടർ ശിവപ്രകാശ്, ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഹെർണിയ എന്നൊരു അസുഖത്തിനെ കുറിച്ചാണ്. അങ്ങനെ വെച്ചാൽ നമ്മുടെ ഒരു കുടലിറക്കം എന്ന് മലയാളത്തിൽ പറയും. ഇപ്പം പല തരത്തിലുള്ള ഹെർണിയകളുണ്ട്. അംബ്ലിക്കൽ ഹെർണിയ, അരക്കെട്ടിൻ്റെ അവിടെ നിന്ന് വരുന്ന ഹെർണിയ, അതിൽ ഇൻഗ്വൈൻ ഹെർണിയ എന്ന് പറയും. അതുകൂടാതെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഏതെങ്കിലും ഓപ്പറേഷൻസോ സർജറി കഴിഞ്ഞ ആ ഒരു മുറിവിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹെർണിയ, അതിനെ ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. അപ്പം ഇതൊക്കെയാണ് ഇങ്ങനത്തെ പല തരത്തിലുള്ള ഹെർണിയകളും. ഇപ്പോൾ പൊതുവേ ഒരാൾ അനുഭവപ്പെടുന്നത് വെച്ചാൽ ഇത് ആദ്യം ഹെർണിയയുടെ തുടക്കം വരുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട്, അല്ലെ ഈ ഹെർണിയ വരുന്നിടത്തൊരു ഡിസ്കംഫേർട്ട്, വെയിറ്റ് എടുക്കുമ്പോൾ ഒരു ആ ഭാഗത്തൊരു ഡിസ്കംഫേർട്ടോ പെയിനോ ആയിട്ടായിരിക്കും ആദ്യം അനുഭവപ്പെടുന്നത്. പിന്നെ അവിടെ ഒരു തടിപ്പ് കാണുകയോ അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ് കാണപ്പെടുകയോ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ ആ തടിപ്പ് തന്നെ മറിഞ്ഞു പോകുകയും നടക്കുമ്പോഴോ അല്ലെ വെയിറ്റ് എടുക്കുമ്പോൾ മാത്രം ആ തടിപ്പ് തിരിച്ച് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നുള്ള സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ തടിപ്പ് വെളിയിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. എന്ന് വെച്ചാൽ ആ വെളിയിൽ വന്ന് ആ തടിപ്പ് തിരിച്ച് അകത്തേക്ക് പോകാൻ പറ്റാത്ത, കിടക്കുമ്പോഴും പോയില്ല, എന്നാൽ കൈകൊണ്ട് പ്രഷർ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഞെക്കുമ്പോൾ മാത്രം തിരിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വരികയും. പിന്നെ ഈ ഹെർണിയയുടെ ഒരു കോംപ്ലിക്കേഷൻ, അതിലൊരു സങ്കീർണത എന്ന് പറയുന്നത് ഇത് വെളി വന്നിട്ട് തിരിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കൊണ്ട് ഞെക്കിയാൽ പോലും ഈ തിരിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ കോംപ്ലിക്കേറ്റഡ് ഹെർണിയ എന്ന് പറയുന്നത്, അല്ലെ ഇറെഡ്യൂസിബിൾ ഹെർണിയ, അല്ലെ ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പം ഇതിൽ എന്താണ് ഈ ഹെർണിയ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഹെർണിയ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈ അകത്തുള്ള അവയവങ്ങളെ അകത്തായിട്ട് തന്നെ വെക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ മസിൽ സ്ട്രക്ചേഴ്സ്, അല്ലെ ഒരു വയറിൻ്റെ ഭിത്തി ആയിട്ട് വരുന്നത് മസിൽ ആണ്, അത് സ്ട്രക്ചറായിട്ടുള്ളത്. അപ്പോൾ അതിലുണ്ടാവുന്നൊരു ബലക്ഷയം, അല്ലെ അതിലുണ്ടാവുന്നൊരു ദ്വാരം, അവിടെ കൂടാണ് ഈ ഉള്ളിലുള്ള അവയവങ്ങൾ, അല്ലെ കുടൽ, അല്ലെ കുടലിൻ്റെ മുകളിലത്തെ കൊഴുപ്പ് ഈ ചെറിയ ദ്വാരത്തിലൂടെയോ ഈ ചെറിയ ബലക്ഷയത്തിലൂടെയോ ഇറങ്ങി വരുന്നതിനാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഓപ്പൺ സർജറി മാത്രമേ ഉള്ളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ മുറിവിട്ടിട്ട് ഈ വെളിയിൽ വന്ന അവയവങ്ങളെ തിരിച്ചകത്തേക്ക് ആക്കുക, പിന്നെ തുന്നലുകൊണ്ട് ആ ഭാഗത്തെ ആ ബലക്ഷയത്തെ അല്ലെ ആ ദ്വാരത്തെ ശക്തിപ്പെടുത്തുക. അതാണ് പണ്ടുള്ള സർജറി എന്ന് പറയുന്നത്. പിന്നെ ആ സർജറി അഡ്വാൻസ് ആയപ്പോഴത്തേന് ഇതിനൊരു മെഷ്, അല്ലെ ഈ നമ്മൾ തുന്നലിട്ടതിനെയോ അല്ലെ അവിടുത്തെ ആ ബലക്ഷയത്തിനെ ശക്തിപ്പെടുത്താനായിട്ടൊരു മെഷ്, ഒരു പ്രോസ്തെറ്റിക് ആയിട്ടുള്ളൊരു മെഷ് എന്ന് പറയുന്നൊരു വല പോലത്തെ ഒരു സാധനം നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് അഡ്വാൻസ് ആയിട്ട് വന്നതാണ് ലാപ്രോസ്കോപ്പിക് ഹെർണിയ, അല്ലെങ്കിൽ കീ ഹോൾ ഹെർണിയ സർജറീസ്. അപ്പോൾ അത് ആ കീ ഹോൾ ഹെർണിയ സർജറീസിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അതിന് മുറിവുകളൊന്നുമില്ല. 1 സെൻറ്റിമീറ്ററിൻ്റെയും അതുപോലെ 0.5 സെൻറ്റിമീറ്ററിൻ്റെയും 2-3 മുറിവുകൾ മാത്രമേ വരുള്ളൂ. അതുകൂടാതെ ഒരേ മുറിവിലൂടെ തന്നെ 2 സൈഡിലെ ഹെർണിയ ഉണ്ട്, ഇടുപ്പിൻ്റെ 2 വശത്തെ ഹെർണിയ ഉണ്ട്, ആ 2 സൈഡിലെ ഹെർണിയ ഒരേ മുറിവിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ അത്രയും ദിവസങ്ങൾ കിടക്കേണ്ടി വരില്ല. പിന്നെ കുറേ കൂടെ വലിയ മെഷ് വെക്കാൻ പറ്റും. പേഷ്യൻറ്റിനായാലും വേദനയായാലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഡിസ്കംഫേർട്ടായാലും വളരെയധികം കുറവാണ്. ഓപ്പൺ ഹെർണിയേക്കാളും വളരെയധികം കുറവാണ് ലാപ്രോസ്കോപ്പിക് ഹെർണിയയ്ക്ക്. പിന്നുള്ളൊരു സംശയം എന്ന് വെച്ചാൽ ഈ ഹെർണിയയുടെ സർജറി അല്ലെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഹെർണിയ വരാമോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആ ഉള്ളൊരു ബലക്ഷയത്തിനെയാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ആ കറക്റ്റായി ഡോക്ടർ പറയുന്ന പോലെ കറക്റ്റായിട്ടുള്ള റെസ്റ്റും ഹെർണിയ സർജറി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അമിതമായുള്ള വ്യായാമമോ അല്ലെ അമിതമായിട്ട് വെയിറ്റ് എടുക്കുകയോ അങ്ങനെ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഇതിന് ഒരു റിക്കറൻസ് റേറ്റ് വളരെയധികം കുറവാണ് മെഷ് വെച്ചുള്ള സർജറികൾക്ക്. ഈ ഹെർണിയ സർജറി എന്ന് വെച്ചാൽ ഹെർണിയയിൽ നമ്മൾ കൂടുതൽ വറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു ഈ ഹെർണിയ ആദ്യം വേദനയായിട്ടാണ് വരുന്നത്, പിന്നൊരു തടിപ്പായിട്ട് വരും,
പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് തടിപ്പ് വെളിയിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പം ഈ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഹെർണിയയുടെ സർജറികളും മാറും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കീ ഹോൾ സർജറി ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ കുടലിന് എന്തെങ്കിലും ക്ഷതമേക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ ആ കുടൽ റിപ്പയർ ചെയ്യേണ്ടി വരാം. അപ്പം ഏറ്റവും ബെസ്റ്റ് ഹെർണിയയിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് വെച്ചാൽ ഹെർണിയയുടെ ഒരു സിംറ്റം കണ്ടു തുടങ്ങി ഏതെങ്കിലും ഒരു സർജനെ പോയി കണ്ടിട്ട് ആ സർജൻ ഇപ്പോൾ അത് നിങ്ങൾക്ക് ഹെർണിയ എന്ന് പറയുവാണെങ്കിൽ അതിന് ഏർലിയസ്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് വീണ്ടും വരാനുള്ള ചാൻസസും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും വളരെയധികം കുറയ്ക്കാവുന്നതാണ്. ഇതാണ് ഹെർണിയെക്കുറിച്ചുള്ളൊരു ബ്രീഫിങ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ജനറൽ സർജറി വിഭാഗത്തിൽ വന്ന് കാണാവുന്നതാണ്. താങ്ക് യു.